അങ്ങനെ ഞാനിത് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പാട് ഈ കുട്ടീനെയായിട്ട് ആ ചെറിയ അനിയത്തിക്കുട്ടി വേഗം അങ്ങോട്ട് ഓടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ താത്തനോട് ദേഷ്യം പിടിച്ചിട്ടായിരിക്കും അവർ ഓടിയതെന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടീനെ കൊണ്ടുപോയി. അങ്ങനെ ഇവർ അപ്പം ഞാനെന്ത് ചെയ്ത് എനിക്ക് അടുത്തവരോടൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്താത്തൊരു സെൻറ്റി ഡയലോഗ് അടിച്ചാൽ ആ വല്യമ്മ പറയും, മോനെ ഇത് ആരോടും പറഞ്ഞിട്ടോ, നമ്മളെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്, മക്കളെ പോറ്റാൻ പറ്റാത്തൊരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്, പിന്നെ എനിക്കത് ആരോടും പറയാൻ മറന്നാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആരോടും പറയില്ല. അങ്ങനെ എൻ്റെ പെങ്ങളോടും എൻ്റെ ഇവരോടും മറ്റേ പാർട്ടി സഖാവ് മുജീഖാനി പിന്നെ ബാബട്ടനൊക്കെ അറിയിച്ചു. പിന്നെ പറഞ്ഞു നമ്മൾ വേണ്ട നടപടി ചെയ്യാൻ ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യാമെന്ന് ഇവരൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനതിൽ യൂണിയൻ കോളേജിൽ ഓടണ വേണ്ടിയാണ്. അപ്പോൾ ഒരു പറഞ്ഞ് നമുക്ക് എന്താ വെച്ചാൽ വേണ്ട നടപടികൾ നമ്മൾ ചെയ്യാം, നമുക്ക് നമ്മൾ അന്വേഷിക്കട്ടെ. ഞാൻ ചെയ്ത് ഞാൻ വീട്ടിൽ പോയപ്പോൾ എനിക്ക് കിടന്നുകൊണ്ട് ഉറക്കിട്ടുന്നില്ല. അങ്ങനെ ചെയ്ത് ഞാൻ പിന്നെ ഇവിടെ പോയി മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇവർ കുട്ടീനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പം എന്നെ പറഞ്ഞ് അപ്പോൾ അത് എവിടെ സ്ഥലം എന്ന് അറിയിച്ചു. സ്ഥലമൊന്നും എനിക്ക് പറയാനറിയില്ല, എനിക്ക് അത്ര വലിയൊരു ഇതില്ല. അപ്പോൾ ഞാൻ അങ്ങനെ സ്ഥലത്ത് പോയിക്കുന്നത് താനൂർ എത്തേണ്ട അതിൻ്റെ അപ്പുറത്താണ്. പിന്നെ പറഞ്ഞ ഒരു നമ്പറുണ്ട് വെച്ചു, നമ്പറില്ല. അപ്പോൾ ഒരു നമ്പർ ഒന്നും ഇല്ല, നമുക്ക് അങ്ങനെ കേസെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് കേസെടുക്കണമെങ്കിൽ സാർ അതായത് മെഡിക്കൽ കോളേജിൽ പോയിട്ട് താനൂർ പ്രസവിച്ച കുഞ്ഞല്ലേ, അവിടെ പോയാൽ നിങ്ങൾക്ക് ഇത് കിട്ടൂലേ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, നമുക്ക് തരില്ല. നേരെ അവരത് ചെയ്തപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ പോയി കണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് അവിടെ പോയിട്ട് സെക്യൂരിറ്റി എല്ലാം വെയിറ്റ് ചെയ്തിട്ട് എന്താ പറയുക യൂണിഫോം അവരെ പോയി കണ്ടാൽ മതി, അവരെ പോയി കണ്ടിട്ട് ഓരോട് കാര്യം അവതരിപ്പിക്കാൻ പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ഒരു കൂട്ടുകാരന് ഓർഡർ വന്നു അവിടേക്ക്. അവരെ ഞാൻ പോയി അവനോട് പറഞ്ഞു, ഞാൻ പിന്നെ ഇടയ്ക്ക് വന്ന സമയം ഒന്ന് കൊണ്ടാ ഞാനിവിടുന്ന് ഒരു ഡിസ്ചാർജ് ചെയ്തിരിക്കുക, അപ്പോൾ സമയം പറഞ്ഞാൽ നമുക്ക് CCTV തപ്പു, എൻ്റെ വണ്ടി കയറിയ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ചെയ്ത് അവരെ എനിക്ക് സമയം അയച്ചിട്ടുണ്ട്, ആ സമയം വരെ ഞാൻ അവർക്ക് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബന്ധം കഴിഞ്ഞു, പിന്നെ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് റൂൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാലും പിന്നെ അങ്ങൊക്കെ നമ്പർ എനിക്കൊന്ന് വിളിച്ചു നോക്കി, നമുക്ക് മാനസിക പരിണയം വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് അവിടുന്ന് ആ പൈതൽ അവിടെ ഉണ്ടോ, ഞാനൊരു പരാതി വന്നപ്പോൾ ഉണ്ടോയെന്ന് വിളിച്ചു നോക്കി വിളിച്ചു. അപ്പോൾ പറഞ്ഞു അതൊന്നും അങ്ങനെ ഇതിൽ പെട്ടൊന്നല്ല, അതൊന്നും ഇപ്പോൾ നമുക്ക് പോലീസുകാർ വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ഫുൾ അടിവേര് വരെ എടുത്തു കൊടുക്കുക അറിയും. അങ്ങനെ വീണ്ടും ഞാൻ പിറ്റേന്ന് ഞാനത് പോലീസുകാർ ഞാനിങ്ങനെ പറഞ്ഞു. പിന്നെ പറഞ്ഞ് നമ്മളത് അന്വേഷിക്കട്ടെ. അത് ഞാൻ SIനോട് നല്ല പറഞ്ഞു, ഞാനൊക്കെ ആ മേശനിലെ അവരോടാണ് പറഞ്ഞത്. അപ്പോൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ എനിക്ക് പിറ്റേന്ന് എനിക്ക് തന്നെ അത്രയും നല്ല ദൈവം തന്നായിരിക്കും ആ ഓർഡർ. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ എനിക്ക് പരപ്പനങ്ങാടിക്ക് ഒരു ഓട്ടം കിട്ടി. എനിക്ക് ഉറക്കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ അനിയനൊക്കെ പറഞ്ഞ് നമ്മൾ സ്കൂട്ടറായിട്ട് പോയേക്കാം. അപ്പം എല്ലാവരും കൂടി പേടിപ്പിച്ചിന്നെ. കാരണം അവിടേക്ക് ഈ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചോറ കാര്യമോ കേസൊക്കെ ചെഞ്ചി കൊടുക്കും, ഈ പോണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പരപ്പനങ്ങാടിക്ക് ഓട്ടം കിട്ടിയപ്പോൾ ഞാനെന്ത് ചെയ്ത് ഞാൻ ആ താനൂരേക്ക് ഞാൻ വണ്ടി എടുത്ത് പോയി, ഓട്ടോ എടുത്ത് പോയിട്ട് തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ഞാനിങ്ങനെ സംഭവം നടന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് വന്നിട്ടില്ലല്ലോ, ഈ പ്രസവ കേസിൽ വന്നിട്ടില്ലല്ലോ, ഇത് ഒരു പിന്നെ വയറ്റിലൊരു മൊയായിട്ട് പോയതാണ്. അപ്പോൾ ഒരു ജുമേലത്ത് നിന്നാണ് ഒരു പേര്, ഒരു കല്യാണം കഴിച്ച് ഒഴിവാക്കിയിട്ട് കുറേ കാലമായി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇതിൻ്റെ ഫോട്ടോസ് ഉണ്ട്, അപ്പോൾ ഇതിങ്ങനെയാണ് സംഭവം. അപ്പോൾ ഒരു ഞങ്ങൾക്ക് ഇന്ന നമ്പറൊന്നും തരില്ല, അപ്പോൾ പിന്നെ നമുക്ക് ഇതിനകത്ത് ഇടപെടാനാവില്ല, അതങ്ങനെ ഒരു പറഞ്ഞത്. അപ്പോൾ എനിക്ക് എന്നിട്ട് ഞാനിത് വിട്ടില്ല. ഞാനെന്ത് ചെയ്ത് തൊട്ടപ്പുറത്ത് നിങ്ങൾ ആരെങ്കിലും ഒരു നമ്പർ തരും, അപ്പോൾ നിങ്ങൾ പഞ്ചായത്ത് മെമ്പറെ ഒന്ന് പോയിട്ട് കണ്ടാൽ മതി. അപ്പോൾ പഞ്ചായത്ത് മെമ്പർ തരും, അത് നമ്മുടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ പഞ്ചായത്ത് മെമ്പർ എല്ലാവരും നമ്പറും വാർഡ് പിന്നെ അടുത്ത മെമ്പറാണ്, അപ്പോൾ അതെല്ലാവരും അടുത്തും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കട്ട ഷോപ്പ് പോയപ്പോൾ അവിടുത്തെ ഷോപ്പുകാർ എനിക്ക് നമ്പർ തന്നു. അങ്ങനെ മെമ്പറെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ മെമ്പർ പറഞ്ഞു നമുക്കവിടെ നമുക്ക് ഗൗരവമുള്ള കേസാണ്, നമുക്ക് എന്താ വെച്ചാൽ നടപടി ചെയ്യാറുണ്ട്. അങ്ങനെ എന്നിട്ട് എനിക്ക് മെമ്പർ വിശ്വാസമല്ല. മെമ്പർ ചിലപ്പോൾ ഓരോ കുടുംബക്കാരാണെങ്കിൽ ചിലപ്പോൾ എന്നിട്ട് ഞാൻ തൊട്ടപ്പുറത്തെ ഷോപ്പിലൊക്കെ കയറി ഞാനിങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചത്.